അപ്പൊ ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം, മഴയൊക്കെയാണ്, ചിലപ്പോൾ കറണ്ട് ഒക്കെ പോയി എന്നൊക്കെ വരും. അപ്പൊ ആരും പെട്ടെന്ന് തന്നെ ഒരു കറണ്ട് മുമ്പിലേക്കോ ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോകരുത്. ക്ലാസ് റീസ്റ്റാർട്ട് ആവും കേട്ടോ. പെട്ടെന്ന് എങ്ങാനും കറണ്ട് പോയിട്ട് പെട്ടെന്ന് കറണ്ട് എങ്ങാനും വന്നാൽ അപ്പൊ തന്നെ റീസ്റ്റാർട്ട് ആവും. അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. അപ്പൊ അതാ ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, കുറച്ച് പേര് ഇവിടെ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്യാം. Now ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെയാ നമ്മൾ ഈ പാഠത്തിൽ ഓൾറെഡി പഠിച്ചത്? അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റുമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്? നമ്മുടെ 2 ക്ലാസ് കഴിഞ്ഞു. ഇത് 3rd ക്ലാസ് ആണ്. അപ്പൊ പുതിയ ആൾക്കാർ പേടിക്കേണ്ട. 2 ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വരുന്നത്. ക്ലിയർ ആണ്, എല്ലാം ഒരു കുഴപ്പമില്ല, ഓക്കെ ആണെങ്കിൽ അടിപൊളി. അല്ലെങ്കിൽ സംശയം വന്നാലും ഒരു പ്രശ്നമില്ല കേട്ടോ. വീഡിയോസ് ഒക്കെ പോയിട്ട് കാണാം. അപ്പോ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ? ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് തന്നെ ആ പേരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഇലക്ട്രിക് കറണ്ട്? അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇലക്ട്രിക് കറണ്ട് എന്താന്നുള്ളത് പഠിച്ചു. പിന്നെ എന്തൊക്കെ എഫക്റ്റുകളാണ് ഇലക്ട്രിക് കറണ്ടിനുള്ളത്? ഇമ്മീഡിയറ്റ് എഫക്ട് നമുക്കറിയാം, ഇലക്ട്രിക് ഷോക്ക്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്? പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? എന്താണ് കണ്ടക്ടേഴ്സ് അല്ലെ? എന്താണ് ചാലകങ്ങള്? കുചാലകങ്ങൾ എന്താണ്? ഇൻസുലേറ്റേഴ്സ് എന്താണ്? പിന്നെ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? റെസിസ്റ്റൻസ് എന്ന് പറയാം, പ്രതിരോധം. ഒരു കറണ്ട് കടത്തി വിടുന്ന ഒരു മെറ്റീരിയലിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അതെ, ആ റെസിസ്റ്റൻസിനനുസരിച്ചിട്ടാണ് ആ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. ചില മെറ്റീരിയൽസിലൂടെ എത്ര കറണ്ട് വേണമെങ്കിലും ഒഴുകും. അതിന് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയും. ചില മെറ്റീരിയൽസിലൂടെ, യെസ്, കുറെ പേരൊക്കെ ആൻസേഴ്സ് പറയുന്നുണ്ട്. ജസ്ന, then ഐശ്വര്യ, കുറെ പേരൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. ബാറ്ററി സ്വിച്ച് ഓഫ് ഓൺ ആൻഡ് ഫിഗർ, യെസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസിനെ പറ്റി പഠിച്ചു. എങ്ങനെയൊക്കെയാണ് ഒരു കറണ്ടിന് ഒരു മെറ്റീരിയലിലൂടെ ഒഴുകാൻ പറ്റുന്നത്, എന്തൊക്കെ തരത്തിലാണ് അതിനെ പ്രതിരോധിക്കാൻ ഒരു മെറ്റീരിയലിന് സാധിക്കുന്നത്, പ്രതിരോധം കൂടുതലുള്ള ഒരു മെറ്റീരിയലിലൂടെ കടന്നു പോകുമ്പോൾ കറണ്ടിന് എന്തൊക്കെയാണ് പറ്റുന്നത്. പിന്നെ നമ്മൾ കുറെ സിമ്പിൾസ് ഒക്കെ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് ഒരു ബൾബിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സ്വിച്ച് ഓണും ഓഫും റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സെൽ റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ബാറ്ററീസിനെ എങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് വെറുതെ വേഗം ഒന്ന് ഓടിച്ചു പോവാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതാ നമ്മൾ ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് തുടങ്ങി. ഇലക്ട്രിക് കറണ്ടും അതിന്റെ ഇലക്ട്രിസിറ്റി എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇലക്ട്രിക് ചാർജ്, 2 തരത്തിലുള്ള ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു, പോസിറ്റീവും നെഗറ്റീവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ചാർജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചാർജിനെ പറ്റി പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരിക്കണം. 2 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. എന്താണ്? ഒരുപോലത്തെ ചാർജ്, അതായത് പോസിറ്റീവ് ചാർജും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് റിപ്പൽ ആയി പോകും. ദെൻ നെഗറ്റീവ് ചാർജും ഒരുമിച്ച് വന്നാലും അത് റിപ്പൽ ആവുന്ന അകന്നു പോകും. ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഒരുമിച്ച് വന്നാൽ മാത്രമേ അത് എന്തുണ്ടാവുള്ളൂ? അട്രാക്ട് ചെയ്യുള്ളൂ. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. നമ്മൾ എത്ര വലിയ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിലും ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ നിങ്ങൾ എക്സാമിന് പോവുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ 9th-ലോ 10th-ലോ ഒക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഇനി പഠിക്കും. ഇപ്പൊ നിങ്ങൾ 8th-ലല്ലേ പഠിക്കുന്നത്. ഈ 8th കഴിഞ്ഞിട്ട് again 10th-ൽ ഇതേ ചാപ്റ്റർ വീണ്ടും വരുന്നുണ്ട്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ ഇതൊക്കെ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ അതിന്റെ ഒരു ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ അടിപൊളിയാണ്. അപ്പൊ ലൈക്ക് ചാർജസ് എന്ന് പറയുന്നത് അകന്നു പോകുന്ന സംഭവങ്ങളാണ്. ഓപ്പോസിറ്റ് ചാർജസ്, അതായത് ഒരു പോസിറ്റീവും നെഗറ്റീവിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ചാർജുകൾ എന്ന് പറയുക. ഓപ്പോസിറ്റ് ചാർജുകളാണ് കൊണ്ടുവരണമെങ്കിൽ അത് തമ്മിൽ അട്രാക്ട് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. മലയാളം ഞാൻ പറയുന്നുണ്ടല്ലോ, മലയാളത്തിന്റെയും കൂടി നോട്ട്സ് ആഡ് ചെയ്തിട്ടാട്ടോ ഞാൻ അയക്കുന്നത്, ആരും പേടിക്കണ്ട. ഞാൻ ഇന്നത്തെ നോട്ട്സിലൊക്കെ ഞാൻ മലയാളം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലത്തെ ചാർജസ്, അതാണ് അതിന്റെ മലയാളം വേർഡ് പറയുന്നത്. ഒരേ ചാർജുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവുമാണ് ഒരേ ചാർജ്, നെഗറ്റീവുമാണ് ഒരേ ചാർജ്. ഈ ഒരേ ചാർജുകൾ അടുത്ത് വന്നാൽ അവ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്ത് പോകും, അകന്നു പോകും. വ്യത്യസ്ത തരത്തിലുള്ള ചാർജുകളാണ് അടുത്ത് വരുന്നതെങ്കിൽ അവ അട്രാക്ട് ചെയ്യും അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്താണ്, വേറെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ടോ ചാറ്റില്? അതൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് പ്രോപ്പർട്ടീസ് പറഞ്ഞത്. ഞാൻ വേഗം ഒന്ന് പോവാണേ. ഇനി എന്താ നമ്മൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അതായത് ചാലകങ്ങളും കുചാലകങ്ങളും. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലകങ്ങൾ, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കുചാലകങ്ങൾ. ഈ കണ്ടക്ടറിലൂടെയാണ് കറണ്ട് കടന്നു പോകുകയുള്ളൂ.
ഇനി കറണ്ട് കടത്തി വിടാത്ത മെറ്റീരിയൽസ് ആണ് എന്ത്? കുചാലകങ്ങൾ. നമുക്കറിയാം പ്ലാസ്റ്റിക്, വുഡ്, മരത്തിന്റെ കഷ്ണം കൊണ്ടൊക്കെ നമുക്ക് ഒരു സോക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കില്ല. എന്ന് വെച്ചാൽ ആരും ചെയ്തൊന്നും നോക്കണ്ട. ഞാൻ വീണ്ടും പറയുന്നു, ആരും ചെയ്തൊന്നും നോക്കരുത്. പക്ഷെ പ്ലാസ്റ്റിക്കും വുഡും എന്ന് പറയുന്നത് കുചാലകങ്ങളായതുകൊണ്ട് തന്നെ അതിലൂടെ വൈദ്യുത പ്രവാഹം നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഷോക്ക് ഒന്നും അടിക്കില്ല. ഇനി മെറ്റീരിയൽസ് ദാറ്റ് അലൗ ഇലക്ട്രിക് കറണ്ട്, കറണ്ടിനെ പ്രവാഹത്തിന് സാധ്യമാക്കുന്ന വസ്തുക്കളാണ് എന്ത്? ചാലകങ്ങൾ, കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. അതിന് മെറ്റൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മെറ്റൽസും കണ്ടക്ടേഴ്സ് ആണ് അല്ലെ? മെറ്റൽസിൽ അത് ഏത് മെറ്റൽ ആയിക്കോട്ടെ, എല്ലാ മെറ്റൽസും നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടക്ടേഴ്സ് ആണ്. സോ ഉറപ്പായിട്ട് ഏത് മെറ്റൽ ആണെങ്കിലും നമ്മൾ അത് ഒരു സോക്കറ്റിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. നല്ല അടിപൊളിയായിട്ട് ഷോക്ക് അടിക്കും അല്ലെ? ആർക്കെങ്കിലും ഒക്കെ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പൊ മെറ്റൽസ് തന്നെ വേണമെന്നൊന്നുമില്ല. വെള്ളം ഒരു ചാലകമാണ്. സാധാരണ വെള്ളം നമ്മളോട് പറയൂലേ, നമ്മൾ നനഞ്ഞ കൈ കൊണ്ടൊന്നും സ്വിച്ച് ഇടരുത്, അല്ലെങ്കിൽ വെള്ളത്തില് മഴയൊക്കെ പെയ്യുമ്പോ അധികം വെള്ളത്തിന്റെ സ്ഥലത്തേക്ക് പോകരുത്, പോസ്റ്റ് എന്നൊക്കെ വരണ വെള്ളത്തിന്മേൽ തൊടരുത് അങ്ങനെയൊക്കെ പറയൂലേ. എന്താ കാരണം? വെള്ളം ഒരു ചാലകമാണ്. വെള്ളത്തിലൂടെ കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾ മറ്റേ അന്യൻ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? ആ കുട്ടി ഇങ്ങനെ വെള്ളത്തിലൊക്കെ വീണിട്ട് ഷോക്ക് അടിക്കുന്നതൊക്കെ. അതെന്താ സംഭവിക്കുന്ന ആ സിനിമയിൽ? നിങ്ങളൊക്കെ കുറച്ച് പുതിയ കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആ സിനിമ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതാണ്. എന്നാലും ഒരുപാട് സിനിമകളിൽ നമുക്ക് കാണുന്നുണ്ട് എന്ത്? വെള്ളത്തില് എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ പൊട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിൽ പോയി തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കും. കാരണം എന്താ? വെള്ളം എന്ന് പറയുന്നത് ഒരു ചാലകമാണ്. വെള്ളത്തിലൂടെ കറണ്ടിന് ഒഴുകാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഇടുകയാണെങ്കിൽ ആ നനവ് എന്ന് പറയുന്നത് വാട്ടർ അല്ലേ നമ്മുടെ കയ്യുമുള്ളത്. അപ്പൊ ആ കറണ്ട് അവിടുന്ന് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് പാസ് ചെയ്യും. കാരണം നമ്മുടെ കയ്യിൽ വെള്ളമുണ്ടെങ്കിൽ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ട് നമ്മൾ കറണ്ട് സ്വിച്ച് ഒന്നും ഇടരുത്, കൈമെന്നുണ്ടെങ്കിൽ തുടച്ചിട്ട് ഇടണം എന്നൊക്കെ പറയാൻ കാരണം അങ്ങനെ. അതുകൊണ്ട് വെള്ളവും എന്താണ്? ഒരു ചാലകമാണ്. വാട്ടർ ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, റൈറ്റ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചാലകങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ സിമ്പിൾസ് ആണ് പഠിച്ചത്. സിമ്പിൾസ് നമ്മൾ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു സെൽ എന്ന് പറയുന്നത്, പിന്നെ എന്താണ് ഒരു ബൾബിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു സ്വിച്ച് ഓണും ഓഫും ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടോ? എങ്ങനെയാണ് കാണിക്കുക? അതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിത് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാ, കാരണം നമുക്കിത് കുറെ കുട്ടികൾ പുതിയതായിട്ട് ഉണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞ ഒരു വലിയ വരയും ചെറിയ വരയും, വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ്. ഇനി ബാറ്ററി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ കുറെ വലിയ വര ചെറിയ വര, അതായത് സെല്ലുകളെ കൂട്ടി വെച്ചാൽ അതൊരു ബാറ്ററി ആകുന്നു. ഇനി ഓൺ ആണെങ്കിൽ എന്താ പറ്റുക? ഇതിനൊരു കണക്ഷൻ കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അതാണ് സ്വിച്ച് ഓൺ എന്ന് പറയുന്നത്. ഓഫ് എന്ന് പറഞ്ഞാലോ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഓഫ് എന്ന് പറയുന്ന പൊസിഷൻ. പിന്നെ വയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളൊരു സർക്യൂട്ടിനെ കാണിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? അത് കറക്റ്റ് ആയിട്ട് സ്വിച്ച് ഓൺ പൊസിഷനിലാണെങ്കിൽ, അതായത് അവിടെ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ഓൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ബൾബ് കത്തുള്ളൂ. സ്വിച്ച് ഓഫ് ആയിട്ടുള്ള പൊസിഷൻ ആണെങ്കിൽ അവിടെ ഒരു കറണ്ട്, ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു ഗ്യാപ്പ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല? ബൾബ് കത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്, ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാരും പേടിക്കേണ്ട, ഞാൻ മലയാളം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആരും പേടിക്കേണ്ട. അപ്പൊ എന്താണ് ഇലക്ട്രിക് കറണ്ടിന്റെ എഫക്ട്? അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്, എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ? അപ്പൊ എന്താ എഫക്ട് പറഞ്ഞത്? നമ്മള് എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്? 2 എഫക്റ്റ് ഉണ്ട്. 2 എഫക്റ്റുകളാണ് ഇലക്ട്രിക് കറണ്ടിന് ഉള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. 2 എഫക്ട്സ് എന്തൊക്കെയാണ്? ഹീറ്റിംഗ് എഫക്റ്റും മാഗ്നറ്റിക് എഫക്റ്റും. ഇതാണ് 2 എഫക്റ്റ്. ഇലക്ട്രിക് കറണ്ടിന് വരുന്ന 2 എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്, പിന്നെ മാഗ്നറ്റിക് എഫക്റ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഹീറ്റിംഗ് എഫക്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന്. ഇന്ന് കുറച്ചധികം പുതിയ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഹീറ്റിംഗ് എഫക്റ്റ് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാവില്ലേ? നമ്മൾ എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഞാൻ വേഗം ഒന്ന് ക്വിക്ലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ആണല്ലേ ആദ്യം പഠിച്ചത്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? താപം, ചൂടാക്കുന്ന ഒരു
എഫക്റ്റ്, കറണ്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയലിലൂടെ, കറക്റ്റ് ജസ്ന, രണ്ട് എഫക്റ്റ് ആണുള്ളത്, കറക്റ്റ് ആണ്. കറണ്ട് ഏതെങ്കിലും ഒരു വസ്തുവിലൂടെ ഒഴുകുമ്പോ ആ വസ്തുവിന്റെ പ്രതിരോധത്തിനനുസരിച്ച്, അതായത് റെസിസ്റ്റൻസിനനുസരിച്ചിട്ട് ആ വസ്തുവിൽ ഈ കറണ്ട് ഒരു ചൂട് അല്ലെങ്കിൽ ഒരു താപം ഉണ്ടാക്കും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അത്രയുള്ളൂ. എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു കറണ്ട് ഒരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുമ്പോ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ആ മെറ്റീരിയലിന് എത്രത്തോളം പ്രതിരോധമുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ മെറ്റീരിയലിൽ ഒരു ചൂട് ഉണ്ടാകും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ട് കാരണം ഒരു മെറ്റീരിയൽ ചൂടാകുന്ന പ്രതിഭാസത്തിനെയാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. എന്തായിരുന്നു? കറണ്ട് പാസ് ചെയ്യുന്നത് മൂലം ഒരു വസ്തു ചൂടാകുന്നുണ്ടെങ്കിൽ അതാണ് കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്റ്റ്. അല്ലേ? ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. കറണ്ട് കാരണം ഏതെങ്കിലും ഒരു വസ്തു ചൂടാകുന്നുണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വസ്തു ചൂടാകുന്നുണ്ട് എങ്കിൽ അതാണ് കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്റ്റ്. എന്താണ്? നോക്കൂ, ഒരു ഉയർന്ന പ്രതിരോധമുള്ള, പൊതുവെ റെസിസ്റ്റൻസ് കൂടുതലാവുകയാണെങ്കിലാണ്, കറക്റ്റ് ആണ് ശിവസൂര്യ, അയൺ ബോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, കറക്റ്റ് ആണ്. വയർ, കോയിൽ ഓഫ് വയർ ആരാണ്? അഫ്ലു എന്ന് പറയുന്ന ആരാണ്? അഫ്ലൂം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? വയർ, കോയിൽ ഓഫ് വയർ എന്നൊക്കെ പറയുന്നുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ദാ ഉയർന്ന പ്രതിരോധമുള്ള വയറിൽ വൈദ്യുതധാര കടന്നു പോകുകയാണ്. എന്തിനു ഉയർന്ന പ്രതിരോധവും കുറഞ്ഞ പ്രതിരോധവും വരുമ്പോൾ എന്താ വ്യത്യാസം വരിക? ഇവിടെ തൊട്ടാണ് നമുക്കിനി പറയാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിനി പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു ഉയർന്ന പ്രതിരോധമുള്ള വസ്തുവില് ഈ ചൂട്, കറണ്ട് കടന്നു പോകുമ്പോ ചൂട് കൂടുതലാകുമോ അതോ കുറവാകുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഉയർന്ന പ്രതിരോധമുള്ള ഒരു വസ്തു, അതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. രണ്ട് വയേഴ്സ് ഉണ്ട്. ഞാനപ്പോ രണ്ട് വയേഴ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. രണ്ട് വയറിൽ ഒരെണ്ണത്തിന് പ്രതിരോധം കൂടുതലാണ്, അതായത് നല്ല പ്രതിരോധമാണ്, ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറാണ്. ഇനി വേറൊരെണ്ണത്തില് പ്രതിരോധം കുറവാണ്. ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കാണണേ എല്ലാവരും. ഓക്കെ, അപ്പൊ രണ്ട് വയറാണുള്ളത്. ഇതൊരു വയറ്, ഇതാണ് ഒരു വയർ, അടുത്തത് ഇതൊരു വയർ. ഈ രണ്ട് വയറിലൂടെയും സെയിം എമൗണ്ട് ഓഫ് കറണ്ട്, കറണ്ടിന്റെ യൂണിറ്റ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ? യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആംപിയർ. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഈ യൂണിറ്റ് എന്ന് പറയുന്ന സാധനം എന്താ? നമ്മളൊരു സാധനത്തിന്റെ നീളം ഒക്കെ അളക്കുമ്പോ എങ്ങനെ പറയാം? 5 മീറ്റർ, 10 മീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ. കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാള്. നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. ഉത്തരം കറക്റ്റ് ആണ്, എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അഫ്ലു കറക്റ്റ് പറഞ്ഞത് ശരിയാണ്. ആംപിയർ, യെസ് കറക്റ്റ് ആണ്. എന്താണ് ആംപിയർ എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റോ എന്ത് സാധനം എന്ന് വിചാരിക്കേണ്ടാവും. നമ്മളൊരു വസ്തുവിനെ അതെന്താണ് എന്ന് കാണിക്കുന്നതാണ് അതിന്റെ യൂണിറ്റ്. നിങ്ങൾക്ക് ഒരാൾ വന്നിട്ട് 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 എന്ത് 10 മീറ്റർ എന്ന് പറഞ്ഞാലോ അതൊരു നീളമാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അല്ലാണ്ട് വേഗം വന്നിട്ട് 10 അത് 10 എടുത്തേന്ന് പറഞ്ഞാൽ 10 എന്തെടുക്കാൻ? നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് വേണം? ഒരു കയറ് മേടിക്കണം. ഞാൻ പോയിട്ട് കടയിൽ പോയിട്ട് 10 കയറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കയറോ? എന്ത് 10 കയറ്? 10 സെന്റിമീറ്റർ ആണോ വേണ്ടത്? 10 മീറ്റർ ആണോ വേണ്ടത്? 10 മില്ലിമീറ്റർ ആണോ വേണ്ടത്? അങ്ങനെ കൃത്യമായ അളവിന്റെ യൂണിറ്റ് പറഞ്ഞു കൊടുക്കണം അല്ലെ? മനസ്സിലായോ? ആ യൂണിറ്റ് ആണ് നമ്മുടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് യൂണിറ്റ്. അപ്പൊ 10 അല്ലെങ്കിൽ ഞാനിപ്പോ വന്നിട്ട് 2 കറണ്ട് കടന്നു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. 2 ആംപിയർ കറണ്ട് കടന്നു പോകുന്നു. ആംപിയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ്. AMPERE ആണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. മലയാളത്തിൽ ആംപിയർ എന്ന് എഴുതും. A എന്നാണ് അതിനെ കാണിക്കുന്നത്. എങ്ങനെയാണ് കാണിക്കുക? A. അപ്പോ 2 ആംപിയർ എന്ന് പറഞ്ഞാൽ തുല്യ കറണ്ട് ആണ് അല്ലെ? 2 ആംപിയർ. അപ്പൊ ഞാൻ ഈ ഒരു മെറ്റീരിയലിലൂടെ കടത്തിവിടുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. ഈ ഒരു മെറ്റീരിയലിലൂടെയും ഞാൻ 2 ആംപിയർ തന്നെ കടത്തിവിടുന്നു. ഇതിന് പ്രതിരോധം, അതായത് റെസിസ്റ്റൻസ് കൂടുതലാണ്, ഇതിന് റെസിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ ഇത് റെസിസ്റ്റൻസ് കൂടുതലുള്ള വയർ, ഇത് റെസിസ്റ്റൻസ് കുറവുള്ള വയർ. ഏത് വയറിലായിരിക്കും
കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇത് 1, ഇത് 2. അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞേ, 1-ലാണോ 2-ലാണോ? എന്റെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടിലും ഒരേ കറണ്ട് ആണ് ഞാൻ കടത്തി വിടുന്നത്. പക്ഷെ ഒരെണ്ണത്തിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലും മറ്റൊന്നിന് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധം വളരെ കുറവുമാണ്. ഒന്നാമത്തതിന് പ്രതിരോധം കൂടുതലും രണ്ടാമത്തതിന് പ്രതിരോധം കുറവുമാണ്. ഓക്കെ, അപ്പൊ ഏതിലായിരിക്കും കൂടുതൽ ചൂടുണ്ടാകുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ആംപിയറിന്റെ മീനിങ് അല്ല കേട്ടോ. ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിനെ കാണിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. നമ്മൾ മീറ്റർ എന്ന് പറയുന്നത് എന്താ? അതൊരു നീളത്തിനെ കാണിക്കുന്ന യൂണിറ്റ് അല്ലേ? അതുപോലെ കറണ്ടിനെ കാണിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ആംപിയർ. ഒരു യൂണിറ്റ് അല്ല, കറണ്ടിന്റെ യൂണിറ്റ് ആംപിയറും ആണ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞേ. അപ്പൊ അതാ സിയ പറയുന്നുണ്ട് ഒന്നാണെന്ന്, അഫ്ലു പറഞ്ഞു ഒന്നാണെന്ന്, ജസ്ന പറഞ്ഞു, ശിവസൂര്യ പറഞ്ഞു, ഇവരൊക്കെ പറയുന്നുണ്ട് ഒന്നാണെന്നുള്ളത്. ഓക്കെ, നീതു, ജോസഫ്, എൻറിക് അല്ലെ? ഫണ്ടമെന്റൽ യൂണിറ്റ്. ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫണ്ടമെന്റലി ആയിട്ടുള്ള വേറെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ പറയാം, യൂണിറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, ആദിൻ ആൻഡ് അഭിമന്യു ജോയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, വെൽക്കം. അപ്പൊ ലേറ്റ് ആയി ജോയിൻ ചെയ്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വീണ്ടും ഇലക്ട്രിക് കറണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. റെസിസ്റ്റൻസും ഹീറ്റിംഗ് എഫക്റ്റും തമ്മിലുള്ള കണക്ഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംപിയർ. SI യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. നമ്മൾ കുറച്ചധികം യൂണിറ്റുകൾ ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് SI യൂണിറ്റ്, CGS യൂണിറ്റ്, അങ്ങനെ കുറെ കാറ്റഗറീസ് ഓഫ് യൂണിറ്റ് ഉണ്ട്. നമ്മുടെ ഏറ്റവും എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. കറണ്ടിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. നിങ്ങൾ ആംപിയർ മാത്രം പഠിച്ചാൽ മതി തൽക്കാലം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് ആകെ 1, 2, 3, 4 പേരെ തന്നുള്ളൂ. ബാക്കിയുള്ളവരെവിടെ? ഞാൻ ചോദിച്ചത് എന്താ? 1-നാണോ 2-നാണോ ചൂട് കൂടുതലാവുക? വേഗം പറഞ്ഞോ. 1-ന് സെയിം കറണ്ട് ആണ് രണ്ട് വയറിലൂടെയും കടന്നു പോകുന്നത്. ഒന്നാമത്തെ വയറിന് പ്രതിരോധം കൂടുതലാണ്, രണ്ടാമത്തെ വയറിന് പ്രതിരോധം കുറവാണ്. ഏത് വയറാണ് കൂടുതൽ ചൂടാവുക? വേഗം ഉത്തരം പറയൂ. എന്താണ്? 2 പേര്, 3 പേരോ 4 പേരോ മറ്റുള്ള ആൻസർ പറഞ്ഞോളൂ. 65 പേരിരുന്ന് കാണുന്നുണ്ട്. എവിടെ ആൻസേഴ്സ്? എവിടെ? വേഗം പറ. ഓക്കെ, ഈ ലാൽ എന്ന് പറയുന്ന ആളുടെ പേരും കൂടി ഒന്ന് ഇടണം. ഓക്കെ, ലാൽ പറഞ്ഞിട്ടുണ്ട് 1. മിസ് ബൂസ് അഗെയിൻ എനിക്ക് പേര് കിട്ടുന്നില്ല നിങ്ങളുടെ. ശ്രുതി, ദെൻ കുഞ്ഞുമോൻ, അങ്കിത്, ആദി, റൈറ്റ്. എല്ലാവരും പറയുന്ന ആൻസർ 1 ആണ്. ഓക്കെ, 3യോ? അങ്കിതിന് എവിടെന്നാ 3 വന്നേ? ഞാൻ 1ഉം 2ഉം ആകെ വെച്ചിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നക്ഷത്ര കറക്റ്റ് ആണ്. സി അല്ലേ? സഫനത്, സഫു എന്ന് പറയുന്ന സി അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ സ്മൃതി വന്നിട്ടുണ്ട്. സ്മൃതി ലേറ്റ് ആയോ ജോയിൻ ചെയ്യാൻ? ലക്ഷ്മി വേണുഗോപാൽ എന്ന് പറയുന്ന സ്മൃതി അല്ലേ? 1 ഫസ്റ്റത്തേനാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? ഹരിദാസൻ 1 എന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ 66 പേരുടെ ഒരു ആവേശം നെറ്റ് ചാറ്റ് ബോക്സിൽ കാണാനില്ല. ആ ഒരു ആവേശം എനിക്ക് കാണണം. 66 പേരുണ്ട്, അപ്പൊ ആ ഒരു ഇങ്ങനെ വരണ്ടേ? റൈറ്റ്, എൻറിക് പറയുന്നുണ്ട് 1 ആണ്. യെസ്, ജസ്ന 1 ആന്ന് പറയാം. എനിക്ക് അറിയുന്ന പെട്ടെന്ന് കിട്ടുന്ന പേര് ഞാൻ വിളിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അവരുടെ വിളിച്ചു ഇവരുടെ വിളിച്ചില്ല എന്നൊരു സങ്കടം ആർക്കും തോന്നരുത് പ്ലീസ്. എനിക്ക് യെസ് ലേറ്റ് ആയി, കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് കിട്ടിയ പേരുകൾ, ഞാൻ നേരത്തെ സമയം കിട്ടിയപ്പോൾ നോട്ട് ചെയ്ത് വെച്ച പേരുകളാണ് ഞാൻ വിളിക്കുന്നത്. R4K1 ആന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ പറയുന്നു 1 ആണെന്ന് അല്ലെ? എന്തുകൊണ്ടാണ് 1 ആണെന്ന് നിങ്ങൾ പറയാൻ കാരണം? ഓക്കെ, അപ്പു. ഓക്കെ, എന്തുകൊണ്ടാ 1 ആണെന്ന് നിങ്ങൾ പറയാൻ കാരണം? 1-നാണ് റെസിസ്റ്റൻസ് കൂടുതൽ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ്. 1 ആണ് ശരിയായ ഉത്തരം. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായേ? ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റും താപവും കൂടുതലായിരിക്കും. എന്താണ്? ഒരു വസ്തുവിന് കറണ്ടിനെ കടത്തിവിടാനുള്ള പ്രതിരോധം കൂടുതലാണെങ്കിൽ, അത് കറണ്ടിനെ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് കടത്തി വിടുന്നുള്ളൂ എങ്കിൽ ആ കറണ്ട് അതിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചൂടും കൂടുതലായിരിക്കും. ഓക്കെ, രാധ, അന്ന, ഓക്കെ, കുഞ്ഞുമോൻ എന്ന് പറയുന്ന അന്നയാണല്ലേ? ഓക്കെ, എല്ലാവരും കറക്റ്റ് ആണ് ആൻസർ പറഞ്ഞത്. 1 തന്നെയാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. when resistance of a material is high, then the heat produced on it when current passes through it will be also very high. എന്താണ്? ഒരു വസ്തുവിന്റെ പ്രതിരോധം, റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന താപവും കൂടുതലായിരിക്കും.
ഓക്കെ, മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റൻസ് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. റെസിസ്റ്റൻസ് ഒട്ടും ഇല്ലാത്തൊരു വയറാണെങ്കിൽ ആ വയർ അധികം ചൂടാകില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഒരു വേറെ ഇങ്ങനെ ചിന്തിക്കണം, ചില സാധനങ്ങൾ നമുക്ക് ചൂടാവണം അല്ലെ? എക്സാമ്പിൾ എന്താ? ഇപ്പൊ കുറെ പേരൊക്കെ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട്, ശിവസൂര്യ ഇടുന്നുണ്ട് അയൺ ബോക്സ്. ചൂടാവണ്ട സാധനമാണത്. അയൺ ബോക്സ് നമുക്ക് ചൂടായാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹീറ്റർ ചൂടാവണം. നമുക്ക് ചൂട് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് അയൺ ബോക്സ്, അത് ചൂടാക്കി ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ്. ഹീറ്റർ അഗെയിൻ ചൂടാക്കിയിട്ടാണ് ചൂടാണ് നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ. സോ അതൊക്കെ നമുക്ക് ചൂടാകണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ അയൺ ബോക്സ്, ഹീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബ് ഇതിന്റെ ഒക്കെ ഉള്ളില് വളരെ പ്രതിരോധം കൂടിയ ഒരു വയറാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് ചൂടായിട്ടാണ് അതിന്റെ ഉപയോഗം വരുന്നതെങ്കിൽ അതിലുള്ള ആ വയറിന്റെ പ്രതിരോധം എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, യെസ്, അവൻ കറക്റ്റ് ആണ്. അത് പറഞ്ഞിട്ടുണ്ട്, അവൻ കറക്റ്റ് ആണ്. അതൊക്കെ നമുക്ക് ചൂടാവണം. ചൂടാകുക എന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാതും എന്താണ്? ഇലക്ട്രിക് അപ്ലയൻസസ് അല്ലേ? ഇപ്പൊ ഈ അയൺ ബോക്സ് ആയാലും അവൻ ആയാലും ഹീറ്റർ ആയാലും എല്ലാം ഇലക്ട്രിക് അപ്ലയൻസസ് ആണ് അല്ലെ? ഇലക്ട്രിക് അപ്ലയൻസസ് എന്ന് പറയുമ്പോൾ അതെല്ലാത്തിലും കറണ്ടാണ് പാസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസും ചൂടായിട്ടാണ് നമുക്ക് അതിന്റെ ഉപയോഗം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള വയർ അല്ലെങ്കിൽ ആ കോയിൽ എന്ന് പറയുന്ന സാധനം വളരെ പ്രതിരോധം കൂടിയ ഒരു വയർ ആയിരിക്കണം. ഇനി വേറെ ചില കാര്യങ്ങൾ നമുക്ക് ചൂടാവണ്ടാത്ത കാര്യങ്ങൾ, ബാക്കി അപ്ലയൻസസ് ഒന്നും നമുക്ക് ചൂടാവേണ്ട കാര്യമില്ല. TV അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇതൊക്കെ ചൂടായാൽ അതൊക്കെ എന്നിട്ടാണ് മോശമായ ഒരു കാര്യമാണ്. പെട്ടെന്ന് ചൂടാവുക എന്ന് പറഞ്ഞാൽ അത് പൊട്ട കാര്യമാണ്. നമുക്ക് ഒരു TVയോ അല്ലെങ്കിൽ നമ്മുടെ ചാർജറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചൂടാവുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? അങ്ങനെ പെട്ടെന്ന് ചൂടാവണ്ടാത്ത സംഭവങ്ങളിലൊക്കെ പ്രതിരോധം കുറഞ്ഞ വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഈ പ്രതിരോധത്തിൽ നിന്ന് നമ്മൾ ഈ ഹീറ്റിനെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ബൾബ്, അപ്പൊ നിങ്ങൾ ആലോചിക്കും, ബൾബിൽ നമ്മൾ ചൂടല്ലല്ലോ നമുക്ക് വേണ്ടത്, വെളിച്ചല്ലേ വേണ്ടത്. അയൺ ബോക്സ് ഒക്കെ ഓക്കെ, ചൂടായിട്ട് ആ ചൂട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നത്. ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഫോൺ എന്താണ്? നമ്മൾ ബാറ്ററി ആണല്ലേ യൂസ് ചെയ്യുന്നത്. അതിലും അഗെയിൻ ബാറ്ററിയിൽ നിന്ന് ചാർജസ് ഒഴുകുമ്പോഴാണ് അവിടെ ചൂടാകുന്നത്. അവിടെയും റെസിസ്റ്റൻസ് കുറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കറണ്ട് പാസ് ചെയ്യുന്നതിനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ചൂടാകണ്ടാത്തതാണെങ്കിൽ അധികം റെസിസ്റ്റൻസ് ഇല്ലാത്ത വയറായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയോ? എന്താണ് റെസിസ്റ്റൻസും ഈ ചൂടും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്? അപ്പോ അതാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ചൂട് കൂടുന്നത്? നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വലിയൊരു പൈപ്പ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാട്ടോ. വലിയൊരു പൈപ്പ് ഉണ്ട്. ആ ഒരു വലിയ പൈപ്പിൽ കൂടെ നിങ്ങൾക്ക് കുറെ വലിയൊരു ഹോളാണ് ഇതിന്, നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നടന്ന് പോകാം അല്ലെ? ഇനി നോക്കൂ, വളരെ ചെറിയ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു പൈപ്പ് വന്നിട്ട് നിങ്ങളോട് ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പോവാ? കുനിഞ്ഞ് എഴഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് അല്ലെ പോവാ അല്ലെ? അപ്പൊ നിങ്ങളെ നോക്കിയേ, ഇതിൽ കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പോവാം. ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ സുഖമായിട്ട് നടന്ന് ഇപ്പുറത്തെത്തും. നിങ്ങൾ അധികം ക്ഷീണിക്കൊന്നുമില്ല അല്ലെ? പക്ഷെ ഇവിടെ നിന്ന് നോക്കൂ, ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നുഴഞ്ഞ് പോവുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ആകെ ക്ഷീണിച്ച് വിയർത്ത് വയ്യാണ്ടാവും അല്ലേ? അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? ഫസ്റ്റത്തതില് നിങ്ങൾക്ക് അധികം എനർജി യൂസ് ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ നിങ്ങൾ എളുപ്പത്തിൽ പോയി. അവിടെ എന്തില്ല? നിങ്ങളുടെ ആ പോകുന്ന വഴിക്ക് തടസ്സങ്ങളില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അവിടെ തടസ്സങ്ങളില്ല. പക്ഷെ ചെറിയ വളരെ കനം കുറഞ്ഞ വളരെ ചെറിയൊരു ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൂടെ നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് എനർജി യൂസ് ചെയ്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ ആകെ വിയർത്ത് ഇതാവൂല്ലേ? ഭയങ്കര കൂടുതൽ വർക്ക് ചെയ്യണം നിങ്ങൾക്ക് അവിടെ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരു റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു ഇതിലൂടെ കറണ്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കറണ്ട് അതിനെ ഇവിടുന്ന് ഇങ്ങനെ തടയുക, പോവാൻ സമ്മതിക്കാണ്ട്. റെസിസ്റ്റൻസ് അതിനിങ്ങനെ തടഞ്ഞു നിർത്തുക കറണ്ടിനെ. പോവണ്ട. അപ്പൊ കറണ്ട് കൂടുതൽ എഫക്ട് എടുത്ത് കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്ത് കൂടുതൽ വർക്ക് ചെയ്തിട്ടാണ് കറണ്ട് ഇപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളാണെങ്കിൽ സ്വെറ്റ് ആവും, അതായത് നമ്മുടെ ബോഡി ഹീറ്റ് ആവും.
സെയിം സാധനം തന്നെ അവിടെ സംഭവിക്കുന്നത്. കറണ്ട് അവിടെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ ഒരു കണക്ഷൻ. ഓക്കെ, ചൂട് കൂടുന്നത് എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് കുറഞ്ഞ വയറിലൂടെയാണ് പോകുന്നതെങ്കിൽ കറണ്ട് കൂടുതൽ വർക്ക് ചെയ്യണം. ആ വർക്കാണ് അല്ലെങ്കിൽ അവിടുത്തെ കറണ്ട് എടുക്കുന്ന എനർജിയാണ് ചൂടായിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നത്, ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവർക്കും. അപ്പൊ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസും ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വരുന്നത്. അപ്പൊ ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ ചൂട് വളരെ കൂടുതലായിരിക്കും, അതിലൂടെ കറണ്ട് പാസ് ചെയ്താൽ. ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചൂട് എന്ന് പറയുന്നത് കുറവായിരിക്കും. നമ്മളപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ചൂട് ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് കറണ്ടിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ബൾബ്, പിന്നെന്താണ് നമ്മുടെ അയൺ ബോക്സ്, പിന്നെ വേറൊരു സ്ഥലം കൂടി ഉണ്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫ്യൂസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കറണ്ടിന്റെ ഈ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇലക്ട്രിസിറ്റിയും ഈ ഒരു റെസിസ്റ്റൻസും തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ വേഗം ഒന്ന് ഇട്ടേ ചാറ്റ് ബോക്സിൽ. വേഗം ഹാർട്ട്സ് ഒക്കെ വരട്ടെ, വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ വരട്ടെ. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് വേഗം ചാറ്റ് ബോക്സിൽ ഹാർട്ട്സ് ഒക്കെ വരട്ടെ. അത് വന്നാൽ എനിക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്, കാരണം ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലായാലേ എനിക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഞാനിങ്ങനെ അതിങ്ങനെ സംഭവിച്ചപ്പോ അത് വന്നു അതിനടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ ഇരിക്കും ചിലപ്പോ. അതന്നെ. അതാ വരുന്നുണ്ട് സ്മൃതി, ദെൻ ഷജ്ന ആരായിരുന്നു? യെസ്, സാഹിബ് അല്ലേ? റൈറ്റ്. ദെൻ എൻട്രിക്ക്. അപ്പൊ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി അറിയില്ലായിരിക്കും. നമ്മളൊരു ടോപ്പിക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എങ്കിൽ നിങ്ങൾ ഹാർട്ട്സ് ഇടണം. ക്ലിയർ ആയില്ല എങ്കിലും ക്ലിയർ ആയില്ല എന്ന് പറയണം. അപ്പോഴാണ് എനിക്കത് അടുത്തതിലേക്ക് പോകാൻ എനിക്കൊരു ഓക്കെ. മെഹറിൻ, ജസ്ന എല്ലാവരും ഇപ്പൊ ഒരു ട്രാക്കിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, വേഗം വേഗം വന്നോട്ടെ. ഇനി നിങ്ങൾ വേറൊരു കാര്യം നോക്കിയേ, 69 വ്യൂസ് ഉണ്ട്. നമ്മുടെ ലൈക്സ് നോക്കിയേ. എന്താ, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ വീഡിയോ? വേഗം ലൈക്ക് ഒക്കെ ചെയ്തോളൂ. ഇനി അതാരെയും മറന്നു പോകണ്ട. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. രസമല്ലേ നമുക്കിത് പഠിക്കാൻ? വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനി വീട്ടിൽ അമ്മയൊക്കെ പോയിട്ട് അങ്ങനെ അയൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിട്ട് പറയാം, അമ്മ ഇത് എന്താണെന്നറിയോ ഇങ്ങനെ ആവണത്? നമ്മളെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അവിടെ വരുന്നേ. ഇങ്ങനെ കറണ്ട് വരുമ്പോ അത് ചൂടാവും, ആ ചൂട് റെസിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വലിയ സംഭവമാവാലോ. അപ്പൊ ഒരാൾ ക്ലിയർ ആയില്ല എന്ന് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോ ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞ ഒരാള് പുതിയ ആളാന്ന് തോന്നുന്നു അല്ലേ? ഈ അപ്പു എന്ന് പറയുന്ന ആള് പുതിയ ആളാണെന്ന് തോന്നുന്നു ക്ലിയർ ആയില്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? മുമ്പത്തെ വീഡിയോ കാണും, കാരണം നമ്മൾ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് വരുന്നത്. അപ്പോ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഒരു റെസിസ്റ്റൻസ് കൂടുതലായിട്ടുള്ള ഒരു വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ചൂടാണ് നമ്മൾ അയൺ ബോക്സിലും അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബിലും ഹീറ്ററിലും ഒക്കെ കാണുന്ന ചൂട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഹൈ റെസിസ്റ്റൻസ് കൂടുതലായിട്ടുള്ള ഒരു വയറാണ്. അതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മളിപ്പോ എന്താണ് റിലേഷൻ ഇപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു റിലേഷൻ എന്താണ്? If resistance is high, then the heat produced when current passes through that material will be also high. അപ്പൊ റെസിസ്റ്റൻസും കറണ്ടും എന്ന് പറയുന്നത് ഈക്വലി ഡയറക്ട്ലി അനുപാതം എന്ന് പറയുന്നത് തുല്യമാണ്. ഒരെണ്ണം കൂടിയാൽ മറ്റേതും കൂടും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് കൂടും. എന്ന് വെച്ചാൽ കറണ്ട് കൂടിയെന്ന് വെച്ചിട്ട് റെസിസ്റ്റൻസ് കൂടില്ല. തുല്യ അനുപാതമാണെങ്കിൽ രണ്ട് രീതിയിലും വരുന്ന, അതിലേക്ക് പോകണ്ട നമ്മള്. റെസിസ്റ്റൻസ് കൂടുതലാണോ കറണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യം. ഓക്കെ, യെസ്. അപ്പൊ അതാ കുറേ ഹാർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ തന്നെ മലയാളം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉയർന്ന പ്രതിരോധമുള്ള വയറിൽ വൈദ്യുതധാര കടന്നു പോകുമ്പോൾ വൈദ്യുത ഊർജം താപ ഊർജമായി മാറുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? ഇലക്ട്രിക് എനർജി അല്ലെ? വൈദ്യുത ഊർജം എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജി എന്ത് എനർജി ആയിട്ട് മാറുന്നു? ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നതാണ് കറണ്ട് എടുക്കുന്ന എനർജി. അതിലൂടെ കടന്നു പോകാൻ കറണ്ട് സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രിക് എനർജി. താപ അല്ലെങ്കിൽ വൈദ്യുത ഊർജം എന്ന് പറയുന്നത് അതിലേക്ക് അത് എന്തായിട്ട് മാറുന്നു? അത് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. അത് എന്ത് എനർജി ആയിട്ട് മാറുന്നു?
വൈദ്യുത ഊർജം താപ ഊർജമായി മാറുന്നു. അപ്പൊ നമുക്കറിയാം അല്ലെ, എനർജിനെ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഒരു ഊർജത്തിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല, നശിപ്പിച്ചു കളയാനും പറ്റില്ല. അതൊരു ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാത്രം മാറ്റിയെടുക്കാനാണ് നമുക്ക് സാധിക്കുള്ളൂ, അല്ലേ? ആദ്യത്തെ 2 ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ട്ടോ. റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ഈ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആ ചാനലിൽ പോയിട്ട് നമ്മളതൊന്ന് കാണാം ട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു രൂപത്തിൽ നിന്ന് എനർജിയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇവിടെ മാത്രമല്ല, എവിടെയും എനർജിയെ ഒരിക്കലും നശിപ്പിച്ചു കളയാനും പറ്റില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല ഒരു രൂപത്തിൽ. അപ്പൊ ഇലക്ട്രിക് എനർജി നമുക്ക് ഹീറ്റ് എനർജി ആക്കി മാറ്റാം, ഇലക്ട്രിക് എനർജി നമുക്ക് മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റാം, മെക്കാനിക്കൽ എനർജിനെ നമുക്ക് വീണ്ടും ഇലക്ട്രിക് എനർജി ആക്കി മാറ്റാം. അങ്ങനെ ഓരോരോ രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരിക്കലും എനർജിനെ പറ്റില്ല. അപ്പൊ അതേ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വൈദ്യുതധാരയുടെ പ്രവാഹം മൂലം ഒരു വൈദ്യുത ഉപകരണത്തിൽ ഉൽപ്പന്നമാകുന്ന താപം വൈദ്യുതധാരയുടെ താപഫലം എന്നറിയപ്പെടുന്നു. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഡിവൈസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഇസ് കോൾഡ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത് വീണ്ടും റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് എന്താന്നൊക്കെ പറഞ്ഞു. ഇനി ഒരു വയറിന്റെ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു വയറിലൂടെ കടന്നു പോകുന്ന കറണ്ട് അത് അവിടെ ഉണ്ടാക്കുന്ന ചൂട് എന്ന് പറയുന്നത് ആ കറണ്ടിന്റെ റെസിസ്റ്റൻസ്, ആ വയറിന്റെ റെസിസ്റ്റൻസിനെ ബന്ധിപ്പിച്ചിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കറണ്ട് ഒരു വയറിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായ ഹീറ്റ് എന്ന് പറയുന്നത് ആ വയറിന്റെ റെസിസ്റ്റൻസിനെ, പ്രതിരോധത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ്? കറണ്ട് ഒരു വസ്തുവിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസിന് അനുസരിച്ചിട്ടാണ് അത് ചൂടാകുന്നതും ചൂടാകാതിരിക്കുന്നതും. അപ്പൊ കറണ്ട് ചൂടാവുകയോ ആക്കുകയോ ചെയ്യാതിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്, റെസിസ്റ്റൻസിനെ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വസ്തുവിന് റെസിസ്റ്റൻസ് കൂടുതലാണോ കുറവാണോ, റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് റെസിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റുക? കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ? ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് റെസിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു വയറില് നീളവും വീതിയും ഒക്കെ അനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു വയറിലത്തെ റെസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ എന്താണ്, ഒന്നും കൂടി ക്ലിയർ ആയി പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാല് ഒരു വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ വയറ് ചൂടാകുന്നതിനെയാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ വയറ് ചൂടാകുന്ന പ്രതിഭാസമാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. ആ വയറിന്റെ റെസിസ്റ്റൻസ് കാരണമാണ് അത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ എന്താ, 2 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഒരു വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അത് ചൂടാകുന്ന അല്ലെങ്കിൽ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാക്കുന്ന പ്രതിഭാസത്തിനെയാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഒരു വയറിന്റെ റെസിസ്റ്റൻസിനെയും പിന്നെ അതിലൂടെ പോകുന്ന കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്രത്തോളം ഒരു വയർ ചൂടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയോ? അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യമാണ്, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ നമ്മൾ പറഞ്ഞത്? ഇവിടെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു electric current passes through a high resistance wire. Electric energy gets converted into heat energy. The production of heat in an electric device. അതായത് ഒരു ഇലക്ട്രിക് ഡിവൈസിൽ, അത് വയർ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, കറണ്ട് കടന്നു പോകുന്നത് കാരണം അത് ചൂടാകുന്നുണ്ടെങ്കിൽ അതാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എങ്ങനെയാ സംശയം വന്നേ? നോട്ടൊക്കെ കിട്ടും കേട്ടോ. പെട്ടെന്ന് എങ്ങനെയാ സംശയം വന്നത് നിങ്ങൾക്ക്? ഇത് ക്ലിയർ ആയോ ഇപ്പോ? ഒന്നുമില്ല, വെറുതെ ഒരു വയറ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഡിവൈസ്, അതിൽ കൂടെ കറണ്ട് പോകണു. ആ കറണ്ട് പോണത് കാരണം അത് ചൂടായി, അത്രേ ഉള്ളൂ. അതാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്.
അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹീറ്റിംഗ് എഫക്ട് സംഭവിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആ വയർ കൂടുതൽ ചൂടാകും, റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കുറച്ച് ചൂടാകും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പൊ ക്ലിയർ ആയോ? 2 പേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറയുന്നത് 3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരാൾ ഇപ്പൊ പുതിയതായതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ചോദിച്ചത് സിയയും ജസ്നയും ആണ്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്? പുതിയ ആൾക്കാരോടാണ് വീഡിയോ കാണാട്ടോ. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ഒരു കറണ്ട് ഒരു ഇലക്ട്രിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു വയറിലൂടെ കടന്നു പോകുന്നു, അത് ചൂടാകുന്നു, ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടായി. ഇനി എന്തുകൊണ്ടാണ് ഉണ്ടായത്? റെസിസ്റ്റൻസ് ഓഫ് ദ വയർ കൂടുതലായതുകൊണ്ട്. ഇനി എങ്ങനെയാണ് ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് മനസ്സിലാവുക? അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് resistance of an electric current is the property of a material or a component that opposes the flow of electric current through it. അപ്പോൾ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ അയ്യോ എന്തപ്പോ ഇത് എന്ന് തോന്നും. ഒന്നുമില്ല, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിനെ പ്രതിരോധിക്കുന്ന ഒരു വയറിന്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് റെസിസ്റ്റൻസ്. കറണ്ടിനെ പ്രതിരോധിക്കുന്ന ഒരു മെറ്റീരിയൽ, ഏത് മെറ്റീരിയലും ആയിക്കോട്ടെ, അതൊരു വയറോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഡിവൈസോ എന്ത് തന്നെ വേണമെങ്കിലും ആയിക്കോട്ടെ, കറണ്ടിനെ അത് പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വൈദ്യുതധാരയുടെ പ്രതിരോധം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ആ ഉപകരണത്തിന്റെ ഒരു സ്വഭാവമാണ്. അത് എന്ത് ചെയ്യണു? അതിലൂടെ ഉണ്ടാകുന്ന വൈദ്യുതധാരയുടെ പ്രവാഹത്തിനെ എതിർക്കുന്നു. എന്താണ്? ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ അമ്മ പറയും വേണ്ട പോണ്ട, പ്രതിരോധിച്ചു അല്ലേ? അതാണ് പ്രതിരോധം. എന്തെങ്കിലും ഒരു സംഭവത്തിനെ പ്രതിരോധിക്കുന്നതാണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ കറണ്ടിനെയാണ് എതിർക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതിനൊരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ യൂണിറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. കറണ്ടിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ആംപിയർ ആയിരുന്നു. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. OHM, ഓം. എന്താ പറയാ? ഓം എന്നാണ് പറയുന്നത്. ഇതാണ് സിമ്പൽ. എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ഒരു വയറിന്റെ റെസിസ്റ്റൻസ്, ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാ? 4 ഓം. ഇതാണ് ഓം. എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഒരു റാ വരച്ചിട്ട് വീണ്ടും ഒരു വര വരയ്ക്കുക. അതാണ് ഓം. അങ്ങനെയാണ് നമ്മൾ ഓം എന്ന് പറയുന്ന ചിഹ്നത്തിനെ സൂചിപ്പിക്കുന്നത്. ഇതെന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരയ്ക്കേണ്ടത്. നോട്ടൊക്കെ ഗ്രൂപ്പിലേക്ക് വരും. ഓക്കെ, റെസിസ്റ്റൻസ് ഈസ് എനിത്തിങ് ദാറ്റ് സ്റ്റോപ്സ് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഒപ്പോസസ് ദ ഇലക്ട്രിക് കറണ്ട്. കറണ്ടിനെ തടഞ്ഞു നിർത്തുന്നില്ല. അവിടെ എമൗണ്ടിനെ കുറയ്ക്കല്ലേ ചെയ്യുന്നുള്ളൂ സ്മൃതി. ഓക്കെ, സ്റ്റോപ്പ് അല്ല, ഒപ്പോസസ്. തടഞ്ഞു നിർത്തിയ ഇനി നീ അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തണില്ല. പക്ഷെ ഇത്രയൊക്കെ പോയാൽ മതി എന്നുള്ള രീതിയിൽ കുറച്ച് കടത്തി വിടും. അതാണ് റെസിസ്റ്റൻസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നോട്ട് നമുക്ക് ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ 2 ദിവസത്തിനുള്ളിൽ ഇടും. അപ്പൊ തന്നെ അതിന്റെ കൂടെ നോട്ടും കൂടി ഇടും ട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഓക്കെ, സോ എന്തായിരുന്നു റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞത്? റെസിസ്റ്റൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ that opposes the flow of electric current. അതായത് വൈദ്യുതധാരയുടെ പ്രവാഹത്തിനെ എതിർക്കുന്ന ഒരു വസ്തുവിന്റെ സ്വഭാവമാണ് പ്രതിരോധം. അതിന്റെ R എന്നാണ് നമ്മൾ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുക. R equals to, റെസിസ്റ്റൻസിന്റെ ഫസ്റ്റ് സിമ്പൽ R equals to 3 ഓം. അങ്ങനെയാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുക. 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, എത്രയാണെങ്കിൽ ആയിക്കോട്ടെ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. OHM, ഓം. എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? ഒരു വര, then ഒരു റാ, then ഒരു വര. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ്. ഒരു വയറിന്റെ റെസിസ്റ്റൻസിനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്?
എന്തൊക്കെ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഒരു വയറിന്റെ പ്രതിരോധം മാറുന്നത്? അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസും പിന്നെ അതിന്റെ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടും റെസിസ്റ്റൻസിന്റെ യൂണിറ്റും റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലും ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോലെ. അപ്പൊ മൊത്തം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എല്ലാം അത് അടിപൊളിയായിട്ട് ക്ലിയർ ആയി എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സും കൂടെ പഠിച്ചാലോ? വേഗം ഒരു തംസ് വരട്ടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ. ഹാർട്സും തംസ് ഒക്കെ വരട്ടെ. അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയെങ്കിൽ വേഗം വന്നോട്ടെ. അപ്പൊ നമുക്കിനി എന്തൊക്കെയാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പഠിക്കണം. ഇത്ര നേരം നമ്മൾ പഠിച്ചത് റെസിസ്റ്റൻസ് കാരണമാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നതാണ്. ഇനി എന്തൊക്കെ കാരണമാണ് റെസിസ്റ്റൻസ് ഒരു വയറിൽ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത്, അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വരട്ടെ വരട്ടെ. വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ വരും 7:32 ടീച്ചർ, 7:33 ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയാം കേട്ടോ. അത് ഞാൻ ഇനി ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഉണ്ടല്ലോ. ആ 10 മിനിറ്റിൽ ഞാൻ തീർത്തുന്ന രീതിയിലേ എടുക്കുന്നുള്ളൂ. ആരും പേടിക്കണ്ട. അതിൽ കൂടുതൽ നേരം ഞാൻ നിങ്ങളെ പിടിച്ചെടുത്തൊന്നുമില്ല. അപ്പൊ 87 വ്യൂസ് ഉണ്ട്. ബട്ട് ലൈക്സ് അത്രയും വരുന്നില്ല, അത്രയും കമന്റ്സും വരുന്നില്ല. വേഗം വരട്ടെ. അപ്പൊ എല്ലാം ക്ലിയർ ആയി. വെരി ഗുഡ്. യെസ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാ. റെസിസ്റ്റൻസിന്റെ ഫാക്ടേഴ്സ്. ആരും പേടിക്കേണ്ടതാ, മലയാളത്തിലും ഉണ്ട് കേട്ടോ. മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ്. ഫസ്റ്റത്തെ കാര്യം ക്രോസ് സെക്ഷണൽ ഏരിയ. ഒന്നുമില്ല, അതിന്റെ ഉള്ളിലത്തെ ആ ഒരു ഗ്യാപ്പ്. ഒരു വയർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലത്തെ ഉള്ള ഒരു വട്ടമില്ലേ, നമ്മുടെ ആ ഒരു ഹോൾ, അതിനെയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ നമുക്ക് എടുക്കാം. വലിയ പൈപ്പ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പോവാം അല്ലെ? വളരെ എളുപ്പത്തിൽ പോവാം, നടന്നു പോകാം. വലിയൊരു പൈപ്പാണെങ്കിൽ നടന്നു പോകാം. വളരെ നേരത്തെ ഒരു സാധനമാണെങ്കിലോ തിക്കി 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 പോണം. അപ്പൊ വളരെ വലിയ ഒരു വായവട്ടമാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. എന്തുകൊണ്ടാ ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത്? ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളിപ്പോ ഒരു വയർ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഈ ഒരു ചുറ്റുമുള്ള ഈ ഏരിയ, ഇതാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്ന് നമ്മളൊരു വയറിനെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു സർക്കിൾ അല്ലേ കിട്ടുക. അതുകൊണ്ടാണ് അതിനെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആ ഒരു ഭാഗമാണ് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ആണ് എത്തിയിട്ടുണ്ടായിരുന്നത്. റൈറ്റ്. അപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയനാണ് ഫസ്റ്റ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? എന്താണ് ഫസ്റ്റ് കാര്യം? വളരെ വലിയൊരു ക്രോസ് സെക്ഷണൽ ഏരിയ ആണെങ്കിൽ, വലിയൊരു വായവട്ടമുള്ള ഒരു വയറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. കാരണം എന്താ? അവിടെ കുറെ സ്ഥലമുണ്ട് കറണ്ടിന് പോകാൻ അല്ലെ? അപ്പൊ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? ആരും പോയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും 101 വ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആരും പോയിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾ ജോയിൻ ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. 7:45 വേറെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നണേ. ഓക്കെ, നമുക്ക് വേഗം പറഞ്ഞിട്ട് വേഗം ഒന്ന് നിർത്താം. ഫസ്റ്റത്തെ ഒരു കാര്യം മാത്രം പറയാം കേട്ടോ. എന്തായിരുന്നു ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിന്റെ ടോട്ടലുള്ള ആ ഒരു വട്ടം, ആ ഒരു ഗ്യാപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പൈപ്പിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീണ്ടും പറയാം അല്ലെ? ഇവിടെ എന്താണ് പറയാൻ പറ്റുന്നത്? വലിയൊരു പൈപ്പാണെങ്കിൽ നമുക്ക് കുറെ പേർക്ക് പോവാം അല്ലെ? കുറെ പേർക്ക് ഒരുമിച്ച് ഒറ്റ സമയത്ത് പോവാം. വളരെ ചെറിയൊരു പൈപ്പാണെങ്കിലോ, ചെറിയൊരു പൈപ്പാണെങ്കിൽ, ഇങ്ങനെ കുഞ്ഞൊരു പൈപ്പാണെങ്കിൽ കൂടെ എത്ര പേർക്ക് പോകാൻ പറ്റും ഒരേ നേരം? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നിരങ്ങി 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 പോണം. അതന്നെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. വളരെ വലിയൊരു വയറാണ്, ഭയങ്കര തിക്നെസ് കൂടിയിട്ടുള്ള ഒരു വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിലൂടെ ഒരുപാട് കറണ്ടിന് കടന്നു പോകാനായിട്ട് പറ്റും. പക്ഷെ വളരെ തിന്നായിട്ട്, വളരെ നേരത്തെ ചെറിയൊരു വയറാണ്, ഒട്ടും അതിനകത്ത് ഗ്യാപ്പില്ല, വളരെ ചെറിയൊരു ക്രോസ് സെക്ഷണൽ ഏരിയ അതിനുള്ളൂ എങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ എമൗണ്ടും വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് പോകും, റെസിസ്റ്റൻസ് കുറവായിരിക്കും. കുറച്ച് സ്ഥലം ഉള്ളൂങ്കിൽ കുറച്ച് കറണ്ടിനെ പോകാൻ പറ്റുള്ളൂ, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. മനസ്സിലായോ? അത്രയും കാര്യങ്ങളൊന്ന് ചിന്തിക്കുക. വലിയ വായവട്ടമുള്ള വലിയ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത്? നമ്മൾ ഇതിനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ആ ഏരിയ അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ആ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്ന സംഭവം വളരെ കൂടുതലാണെങ്കിൽ അവിടെ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നതും വളരെ കൂടുതലായിരിക്കും. ഓക്കെ,
ഇനി ആ ക്രോസ് സെക്ഷണൽ ഏരിയ വളരെ കുറവാണെങ്കിൽ അതിലൂടെ വളരെ കുറച്ച് കറണ്ടിനെ പോകാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഇഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ is very large, then resistance will be very low. ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയാൽ ആ കറണ്ടിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം കുറവായിരിക്കും. മനസ്സിലായോ? അതെന്താ പറഞ്ഞേ? ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലാണെങ്കിൽ കറണ്ടിന്റെ പ്രതിരോധം, കറണ്ടിന് അവിടെ ഈ വയർ കൊടുക്കുന്ന പ്രതിരോധം കുറവായിരിക്കും. കാരണം റെസിസ്റ്റൻസ് അവിടെ കുറവാണ്. ക്ലിയർ ആണല്ലോ? അതാണ് ആദ്യത്തെ ഫാക്ടർ. ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലായിട്ടുള്ള ഒരു വയർ ആണെങ്കിൽ പ്രതിരോധം കുറവായിരിക്കും. അപ്പൊ നമുക്കിതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ്? വയർ വളരെ നേരിയതായാൽ, അധികം കനം ഇല്ലാതെ വളരെ നേരിയ വയറാണെങ്കിൽ അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന താപം കൂടുതലായിരിക്കും. എന്താണ്? thinner the wire, greater will be the heat produced in it. thinner the wire, thinner എന്ന് പറഞ്ഞാൽ എന്താ? വളരെ നേർത്തത്. വളരെ നേർത്തതാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നതും വളരെ കുറച്ചാണ് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കറണ്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ? കഷ്ടപ്പെട്ട് പോണല്ലേ? കുറച്ച് കറണ്ടിന് കുറച്ച് സ്ഥലമേ ഉള്ളൂ. കുറെ ഇങ്ങനെ തിങ്ങി പോണം. അതുകൊണ്ട് തന്നെ എന്താ പറ്റുക? ചൂട് കൂടും. ചൂട് കൂടുതലാണെങ്കിൽ എന്താ പറയാ? റെസിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഒറ്റ കാര്യം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആകും. അപ്പൊ എന്തായിരുന്നു കാര്യം? റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം കുറെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് ഒരു റെസിസ്റ്റൻസ്, ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതായത് അത് എത്രത്തോളം ഗ്യാപ്പ് ആ വയറിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള ക്രോസ് സെക്ഷൻ ഏരിയനെയാണ് ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ വളരെ കൂടുതലായിട്ടുള്ള ഒരു വയറാണെങ്കിൽ അതിലൂടെ കുറെ കറണ്ടിന് ഒരേ സമയത്ത് കടന്നു പോകാൻ പറ്റും. സോ പ്രതിരോധം കുറവായിരിക്കും, ഉണ്ടാകുന്ന ഹീറ്റും കുറവായിരിക്കും. ഇനി വളരെ നേർത്തൊരു വയറാണെങ്കിൽ അതിന് പ്രതിരോധം വളരെ കൂടുതലായിരിക്കും, ഉണ്ടാകുന്ന ഹീറ്റും കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. വലിയൊരു വട്ടമുള്ള വയറാണെങ്കിൽ, നീളമല്ല പറയുന്ന അതിന്റെ ഏരിയ, വലിയ ഏരിയ ഉള്ള ഒരു വയറാണെങ്കിൽ അതിലൂടെ കുറെ കറണ്ടിന് പോകാൻ പറ്റും. ചൂട് കുറവായിരിക്കും ഉണ്ടാകുന്നത്, കാരണം അവിടുത്തെ പ്രതിരോധം കുറവാണ്. ഇനി വളരെ നേർത്തൊരു വയറാണെങ്കിലോ, ഇങ്ങനെ കറണ്ട് കഷ്ടപ്പെട്ടിട്ട് അതിൽ കൂടെ പോവുക, അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും, ചൂടും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്ര ഞാൻ നിർത്തുകയാണ്. ഞാനിപ്പോ 7:40 നിർത്താമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 7:45 ആയത് 5 മിനിറ്റ് ഗ്യാപ്പ് വന്നല്ലോ, അതുകൊണ്ടാണ് 7:45 വരെ പോയത് കേട്ടോ. കുഴപ്പമില്ല എല്ലാവർക്കും? അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇപ്പൊ ഇന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ വേഗം വന്നോട്ടെ, ഹാർട്സ് ഒക്കെ വന്നോട്ടെ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ ഹാർട്സ് ഇടാൻ പറഞ്ഞ ഇവിടെ പിടിച്ചു നിർത്തി കഷ്ടപ്പെടുത്തുന്നില്ല. ഓൾറെഡി 7:45 ആയല്ലോ. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി അടുത്ത കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.